മക്കളെ, എൻ്റെ രാവിലത്തെ തുടക്കമാണിത്. ഞാൻ എണ്ണീച്ചു 8 മണിയാകുമ്പോൾ ഒന്ന് നടക്കാൻ പോകുമ്പം ഈ ഗേറ്റ് ടിൻറ്റുമോൻ പുറത്താണ്. ഗേറ്റ് കുറച്ചും തുറന്നിട്ടേക്കും അവന് കയറാൻ വേണ്ടി. അപ്പം ഞാൻ കണ്ട കാഴ്ച ഒന്ന് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുവാണേ മക്കളെ. ഒന്നുമില്ല. അമ്മച്ചി നിങ്ങളത് കാണാൻ വന്ന അവിടെ ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നോ. കണ്ടില്ലേ, ഇതാരാന്നറിയാവോ? ടിൻറ്റുമോൻ്റെ അമ്മയാണ് ഇത്. അമ്മയുടെ അവന്റെ അനിയത്തിമാരുമാണ്. അപ്പൊ ഒരുത്തിയാണെന്നും പറഞ്ഞിരുന്നു. അവനിപ്പോ പ്രഗ്നന്റ്. അതാണ്ട് കഷ്ടം പാവ അവള്. എന്തൊരു വയറാ. അവര് 3 പേരോട് എനിക്ക് കടന്നു തരും. അമ്മ ഇടയ്ക്ക് കിടക്കുന്ന മക്കൾ രണ്ടും അപ്പുറവും കണ്ടില്ലേ, എന്ത് ചെയ്യാനാ. അപ്പൊ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴത്തേനും ടിൻറ്റുമോനെ പിടിച്ച് കെട്ടിയിട്ട് കാലും കൈ കഴുകുക. അഴുക്കിനകത്തൊക്കെ പോയിട്ട് വരുന്നതല്ലേ, അവനെ കാലും കൈ കഴുകുക. അപ്പൊ ഇത് കണ്ടോണ്ട് സന്തോഷിച്ച് വരുത്തി കണ്ടോണ്ട് വണ്ടിയൊക്കെ മാന്തുന്നു. അവളെയും കാല് കഴുകണം. പുറത്ത് അവളെ സന്തോഷിച്ച് നടക്കും ഇല്ലാക്കി. കണ്ടില്ലേ, അപ്പോഴത്തേനും നമ്മുടെ നായ്ക്കുട്ടി പുറത്ത് വന്നിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട്. അവക്ക് ഞാൻ ചോറും പെടിഗിരിയും എല്ലാം കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ 2 ദിവസം കൊണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഞാൻ തിരക്കി പോവും അവളെ. എന്നിട്ട് വന്നു അവൾക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ചാടി പുറത്ത് നടക്കുന്നുണ്ട്. ഇവർക്ക് എപ്പോഴും പുറത്ത് നടക്കണം. നായ്ക്കുട്ടികൾ എപ്പോഴാണ് കടിക്കുന്നതെന്ന് അറിയില്ലാണ്ട്. കണ്ടില്ലേ, ചോറും കൊടുത്തിട്ട് വന്ന് ഞാൻ പിന്നെ എന്റെ മോനെ. അപ്പൊ ഇവള് ചാടി നടക്കും. ഒളിച്ചിരിക്കുവാ. എന്നെ കണ്ടോണ്ടാണ്ട ഞാൻ പിടിച്ചകത്ത് കയറ്റുമെന്നും പറഞ്ഞ ഒളിച്ചിരിക്കുക. കാല് കഴുകി കയറ്റുമെന്നും പറഞ്ഞോണ്ടേ. അപ്പൊ ടിൻറ്റുമോനെ കാലും കൈയും കഴുകാണ്. നമ്മുടെ അവന്റെ പിന്നെ എന്താണ് ഷാമ്പു ആണത്. അത് ഒരു കവർ കയ്യിലിട്ടിട്ട് കയ്യിലോട്ട് ഒഴിച്ചിട്ട് അവൻ്റെ കാലിലൊക്കെ പുരട്ടി കൊടുക്കുവാണ്. പുരട്ടി കൊടുത്ത് കാലും കൈയും തുണയും എല്ലാം കഴുകി കൊടുക്കുക. എന്നിട്ട് അവനോട് കുടയാൻ പറയുക. എന്നിട്ട് ഞാൻ വന്ന് മക്കൾ ഇനി ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ട് നമുക്ക് രാവിലത്തെ പാചകം തുടങ്ങാം. അപ്പം പാല് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 1/2 ഗ്ലാസ് പാലേ എടുക്കത്തുള്ളൂ മക്കളെ. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം. എനിക്ക് 1 ഗ്ലാസ് ചായ മതി. വൈകിട്ട് ഒത്തിരി ചായ കുടിക്കണം. എന്നിട്ട് ഇഞ്ചി ചതച്ചിട്ടാണ് ഞാൻ ചായ അനത്തുന്നത് കേട്ടോ. 1 കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് ഇതിനകത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് എന്താണ്ട് തിളപ്പിച്ച് ചായ എടുക്കും. പാല് 1-2 കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഞാൻ തേയില ഇടത്തുള്ളൂ കേട്ടോ. പാല് തിളന്ന് കഴിഞ്ഞിട്ട് പാല് ചാറെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇറക്കിയതുണ്ടല്ല ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ തിരിച്ചും പിരിച്ചും അടിക്കും കേട്ടോ. എങ്കിലും ആ ചായക്കൊരു ടേസ്റ്റുള്ളൂ. എനിക്ക് പതയണം. എന്നിട്ട് 2 ബദാം പരിപ്പ് വെള്ളത്തിലിട്ടേക്കുവേ. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 എണ്ണം എടുക്കും. ബാക്കി അച്ഛന് 6 എണ്ണം. അപ്പം ഞാനിത് കഴിക്കാം മക്കളെ. അപ്പം ശരി മക്കളെ, ഇനി അടുത്ത ഇഡലി